നമസ്കാരം, ലിജീഷാണ്. അപ്പോഴേ മിനിഞ്ഞാന്ന് വരെ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന നിളയുടെ തീരത്താണ് ഞാനിപ്പം നിൽക്കുന്നത് കേട്ടോ. നിള ആരതി കാണുവാൻ വേണ്ടി ഈ താൽക്കാലിക പാലത്തിലൂടെ മിനിഞ്ഞാന്ന് വരെ ലക്ഷക്കണക്കിന് ആളുകളാണ് നീങ്ങിയത്. ഇവിടെയൊക്കെ 10-15 ദിവസമായിട്ട് തിക്കും തിരക്കും ആളുകൾ നിള ആരതി കാണാൻ വേണ്ടി ക്യൂ നിന്നിരുന്ന ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ നിള ആരതി കഴിഞ്ഞു, കുംഭമേള കഴിഞ്ഞു, മാഘമക മഹോത്സവം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ എല്ലാ ദിവസവും മെസ്സേജായിട്ടും ഫോൺ ചെയ്യലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ സേവാഭാരതിയുടെ പ്രവർത്തകരും പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരും അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ കൂടി ഇവിടെ അത്രയും ഭംഗിയായി വൃത്തിയാക്കി, ഒരു കടലാസ് പോലും ഇല്ലാതെ അത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു 6:30 ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോഴും അവിടെ ബാക്കി ഇതിൻ്റെ കുറച്ച് പണി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് കുളിച്ച് വസ്ത്രം മാറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലത്തിലൂടെ 100-150 ആളുകളാണ് ഒരേ സമയം കയറ്റി വിട്ടിരുന്നത്. എന്നതിപ്പോൾ മുഴുവൻ കാലിയായി. എന്നാലും ഇത്രയും ദിവസം ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾ നില ആരതി കാണാനും മാഘമക മഹോത്സവം കാണാനൊക്കെ എത്തി. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ദാ ശാന്തമായി ഒഴുകുന്ന നിള, ഒരുപാട് ആളുകൾ സ്നാനം ചെയ്തു പോയ പുണ്യ നദി, പിന്നെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു, അവസാനിച്ചു. ഇനി 2028 45 ദിവസത്തെ പരിപാടിയാണെന്നാണ് സ്വാമിജി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. പിന്നെ ഇതിനൊക്കെ കാരണക്കാരനായ നമ്മുടെ സ്വന്തം ദിനേശ് ജി, അദ്ദേഹത്തോട് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഓക്കെ, താങ്ക് യു.